ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമാകുമ്പോൾ ചേലക്കരയുടെയും വടക്കാഞ്ചേരിയുടെയും കാത്തിരിപ്പ് അവസാനിക്കുമോ? കാട്ടാനകളെ പ്രതിരോധിക്കാൻ അകമലയിൽ ഒരു RRT ഡിവിഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. വടക്കാഞ്ചേരിയുടെയും ചേലക്കരയുടെയും ജനവാസ മേഖലകളിൽ കാട്ടാന ഭീഷണി രൂക്ഷമാകുന്നു. തുടർച്ചയായ 5ാം ദിവസവും കൃഷിനാശവും ആശങ്കയും വിതച്ച് 3ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചതോടെ വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നെട്ടോട്ടമോടുകയാണ്. ആനകളെ കാടുകയറ്റുവാനുള്ള മതിയായ സംവിധാനങ്ങളില്ലാത്തതും RRTയുടെ അംഗബലം കുറവായതും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. നിലവിൽ അകമല, ചേപ്പക്കോട്, പട്ടാണിക്കാട്, ചേന്നംകുളങ്ങര, തൂമാനം എന്നീ മേഖലകളിലാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. നഗരസഭയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപം ഇന്ന് പുലർച്ചെ വരെ ആനകൾ നിലയുറപ്പിച്ചത് പ്രദേശവാസികളെ പരിഭ്രാന്തരാക്കി. കഴിഞ്ഞ മാസമാണ് മുള്ളൂർക്കര ആറ്റൂരിൽ നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് 3 വർഷമായി പ്രദേശവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന RRT നിലവിൽ വന്നത്. എന്നാൽ ആവശ്യമായ അംഗബലമോ സൗകര്യങ്ങളോ ഇല്ലാത്തതാണ് പ്രധാന വെല്ലുവിളി. കുറഞ്ഞത് 15 പേരെ ആവശ്യമുള്ള ഈ ടീമിൽ നിലവിൽ 7 പേർ മാത്രമാണുള്ളത്. വാഴാനിയിലും എളനാടുമുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ SFO, BFOമാർ, വാച്ചർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സംഘം പ്രവർത്തിക്കുന്നത്. രാത്രിയും പകലും തുടർച്ചയായി ജോലി ചെയ്യുന്ന ഇവർക്ക് അർഹമായ വിശ്രമം പോലും ലഭിക്കുന്നില്ല. ഇത് സ്റ്റേഷനുകളുടെ സാധാരണ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. CCV നൽകിയ വാർത്തയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് RRTക്ക് ഔദ്യോഗികമായി ഒരു ടെലിഫോൺ നമ്പർ പോലും അനുവദിച്ചത്. കൂടാതെ വടക്കാഞ്ചേരി MLA അനുവദിച്ച വാഹനം മുഴുവൻ സമയവും ലഭ്യമാകാത്തതും ഡ്രൈവർ ഇല്ലാത്തതും RRTയുടെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാട്ടാനകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനി ചൂണ്ടിക്കാട്ടുന്നു. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളുടെ മധ്യത്തെ സ്ഥിതി ചെയ്യുന്ന മുള്ളൂർക്കരയിലെ അകമല കേന്ദ്രീകരിച്ച് ഒരു RRT ഡിവിഷൻ രൂപീകരിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. 15 പേരെങ്കിലും ഉണ്ടായിരിക്കേണ്ട RRTയിൽ ഇപ്പോൾ ആവശ്യത്തിന് അംഗങ്ങളില്ല. എത്രയും വേഗം അംഗബലം വർദ്ധിപ്പിക്കണം. ജനനി പ്രസിഡന്റ് V. അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. RRTയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടും ഉപകരണങ്ങളും അനുവദിക്കണമെന്നും സംഘടന അധികാരികളോട് അഭ്യർത്ഥിച്ചു. കാട്ടാന ശല്യം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ജനങ്ങൾ തയ്യാറെടുക്കുമെന്നാണ് സൂചന. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. വടക്കാഞ്ചേരിയുടെ 15, 17 ഡിവിഷനുകളിൽ നിരന്തരമായി കാട്ടാന ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുന്നതിനോ അതുപോലെ തന്നെ അവരുടെ കൃഷികൾ നടത്തിക്കൊണ്ടു പോകുന്നതിനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ. അകമല, ചേപ്പലക്കോട്, ഈ മരാത്തൂന്ന് പ്രദേശങ്ങൾ അതിയായ കാട്ടാന ശല്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. എന്നാൽ ഇതിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ RRT ജീവനക്കാരോ സംരക്ഷിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥരോ ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും വേഗം RRTയുടെ അംഗബലം വേണ്ടത്രയാക്കി ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് അകമല കേന്ദ്രീകരിച്ച് ഒരു ഡിവിഷൻ രൂപീകരിക്കുകയും ആ ഡിവിഷനിൽ ധാരാളം കെട്ടിടങ്ങൾ വനംവകുപ്പിൻ്റെ അവിടെ അടഞ്ഞു കിടക്കുന്നുണ്ട്. ആ കെട്ടിടങ്ങൾ ഇതിനുപയോഗിക്കാവുന്നതാണ്. ആ രീതിയിൽ ജനത്തിനെ സംരക്ഷിക്കത്തക്കതിനുള്ള സംവിധാനം ഏറ്റവും വേഗം ഉണ്ടാക്കണം. അതുപോലെ തന്നെ സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കത്തക്ക ഒരു സംവിധാനം ഉണ്ടാക്കണം. ഫണ്ട് വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോ മാത്രം ആക്കാതെ ഈ സംരക്ഷണത്തിന് വേണ്ടി പണം ചിലവാക്കി ജനത്തെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ എല്ലാവരോടും, ഞങ്ങളുടെ സംഘടന എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുന്നു. വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.